താനാരം തന്നാരം വാഴയ്ക്കതോടും ഇടകടന്നു ദേവി ഭരണിക്കുളവും ഇടകടന്നു പള്ളി മുക്കാലും ഇടകടന്നു ദേവി ഭൂതഗണങ്ങളോടൊത്തുകൂടി നാടായ നാടും വിളയാടുവാനായി ഭൂതഗണങ്ങളും ദേവിയാളും ആ ഊരകം നോക്കി വഴി തിരിഞ്ഞു ദേവി ഊരകത്തമ്മതിരു നടയിൽ ഊരകത്തമ്മേ തിരുവടിയെ എന്ന് 437 വിളി വിളിച്ചേ വിളി കേട്ടിട്ടമ്മ തിരുവടി അന്നേരം അരുളിയാം ദേവിയോടി വണ്ണമാം ആരാണേടോ എന്നെ എവരാണേടോ എന്നെ ഇല്ല പേർ ചൊല്ലി വിളിക്കണത് ആ മറ്റാരുമല്ല വിളിക്കണതമ്മേ ഹരനോടെ മകള് ഞാൻ കാളിയാണ് ആ നിങ്ങളൊരമ്മ തിരുവടിയാണെങ്കിൽ ഞാനും ഒരമ്മ ഭഗവതിയെ എനിക്കായി നേർച്ച വഴിപാട് ഉണ്ടെങ്കിൽ ശ്രീഭണ്ഡാരത്തിൽ അങ്ങിട്ടിട്ടുപോ അങ്ങനെ ഞാൻ അമ്മേ പോരുമ്പോഴേ എന്റെ പള്ളിവാൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അങ്ങനെ പള്ളിവാൾ മാത്രമേ കൊടുത്തിട്ടുള്ളെങ്കിൽ തൃപ്പടിയിൽ വെച്ച് പോ മകളെ നാടായ നാടും വിളയാടി പോന്നിട്ട് പള്ളിവാൻ വെപ്പാൻ പറഞ്ഞതില്ല പള്ളിവാൾ വെപ്പാൻ പറഞ്ഞൊരു അമ്മയ്ക്ക് എന്തൊരു നേർച്ച കൊടുത്തിടണ്ടേ ദേവി തിരുമുടിയിൽ ചൂടിയ വെള്ളാർ മാണിപ്പൂവ് പൊന്നും പൂവായി കൊടുത്തു ദേവി പൊന്നും പൂവായിട്ട് തോറ്റിയെടുത്തമ്മ തൃപ്പടി മേൽ കൊണ്ട് കാഴ്ച വെച്ചു പൊന്നും പൂവാണെന്റെ നേർച്ച വഴിപാടെടുത്തോളെന്റെ അമ്മ തിരുവടിയേ പൊന്നും പൂ നേർച്ചാതെ കേട്ടൊരു അമ്മയ്ക്ക് കൊതുകൊണ്ടു നിന്ന് വേറെ തുടങ്ങി വെച്ചൊരു കാലും എടുത്തു കൂടമ്മയ്ക്ക് നീട്ടിയ കയ്യും ചുരുക്കി കൂടാ നീട്ടിയ കയ്യെ ചുരുക്കി കൂടമ്മയ്ക്ക് അഴിച്ചിട്ട പോർമുടി കെട്ടിക്കൂടാ എന്നെ അറിയാത്ത ഊരകത്തമ്മയെ ഞാനൊന്നറിയിച്ചേ പോകുകയുള്ളൂ ദേവി കൊടുങ്ങല്ലൂരമ്മയ്ക്കത് നേരം തൃക്കണ്ണിൽ മുമ്പേ കാലി മറിഞ്ഞേ ആ ചാർത്തിയ മാല കരിഞ്ഞു പോയി ചന്ദനം തൊട്ട് തളർന്നു വീണേ പൂജയ്ക്കായി വെച്ചുള്ള അപ്പം പാൽ പായസം അടിയും കരിഞ്ഞു മുഖം പുകഞ്ഞേ അടിച്ചു തളിക്കാരി ശൂദ്രത്തി പെണ്ണവൾ പമ്മിപ്പാതുങ്ങി പണി വിടുമ്പോൾ ആ താനേറിപ്പോകുന്ന കൊമ്പൻ കൊലയാന കാലും നാലും തല്ലി വീണവിടെ നിത്യം കറക്കുന്ന പൂവാലിപ്പാൽ പശു പൊട്ടൻ കടിച്ചു മല കയറി
വസൂരി വന്നേ. മാലയും കെട്ടുന്ന വാരസ്യർക്കപ്പോഴേ വല്ലഭമേറും വസൂരി തന്നെ. പന്തിരണ്ടില്ലത്തെ ബ്രാഹ്മണർക്കൊക്കെയും മേലാകയായി വസൂരി പൊന്തി. എട്ടു വീട്ടിൽ കൈമളെന്നിവർക്കൊക്കെയും ഏറിയ ദുഃഖം വസൂരി കൊണ്ട്. ആറു നാട്ടിൽ പ്രഭുവായവർക്കൊക്കെയും കഷ്ടമായി വന്നു വസൂരിയാലേ. അമ്മേ നാലു നാട്ടിൽ മാലോകർക്കൊക്കെയും മേലാകയായി വസുക്കുരുപ്പായി. നാട്ടിലുള്ളവർക്കൊക്കെ വന്നു ഭവിച്ചുടൻ വല്ലഭമേറും വസൂരി എന്നേ. ഈ വക കാണുന്ന ഊരകത്തമ്മയും പേടിച്ചു നിന്നു വിറച്ചുപോയി. കോപിച്ച ദേവിയും പള്ളിവാളും കൊണ്ട് കിഴക്കേ നടയിലെഴുന്നള്ളുന്നേ. ആ കിഴക്കേ നടയിലെഴുന്നള്ളി ദേവിയും ആലും തറയും തകർത്ത വീടേ. തെക്കേ നടയിലെഴുന്നള്ളി ദേവിയും തേൻകുളിയൊന്നു തകർത്തുടനെ. പടിഞ്ഞാറേ ഭാഗത്തെഴുന്നള്ളി ദേവിയും പാലായോടിച്ചു തകർത്ത വീട്. വടക്കേ നടയിലെഴുന്നള്ളി ദേവിയും വാൾമാവു തൊട്ടു തകർത്തുടനെ. എന്നിട്ടും കോപം ശമിക്കാതെ വന്നപ്പോൾ കൊടിമരം ചെന്നു പിടിച്ചു കാളി. കണ്ടേ കാളി മോളെ വളച്ചിടല്ലേ മോളെ, നാണക്കേടൊന്നും വരുത്തിടേണ്ട. എന്നാലോ ഞാൻ ഇന്ന് പോയി വരട്ടെ എന്റെ ഊരകത്തമ്മ തിരുവടിയേ. പോകല്ലേ ഇന്നിവിടെ വന്ന അനർത്ഥങ്ങൾ തീർത്തിട്ടു പോണെന്റെ പൊന്മകളെ. നിനക്കായി വേണ്ടൊരു നേർച്ച വഴിപാട് എന്താണ് ചൊൽക, ഞാൻ തന്നുകൊള്ളാം. പൊൻവിളക്കേട് കൊളുത്തി വെപ്പിച്ചുടൻ പൊൻപറ നന്നായി നിറച്ചു വെച്ചു. പൊൻപട്ട് നേർന്നുടൻ വെച്ച വിടെ പിന്നെ പൊൻവള്ളി വാളുമേ വെച്ചുടനെ. വെള്ളിവാൾ നേർന്നുടൻ വെച്ച വിടക്കള പൊൻവള മോതിരം വെച്ചുടനെ. അമ്മേ പൊന്നും ചിലമ്പുകൾ നേർന്നുടൻ മോദമായി പൊന്മണി മാലയും വെച്ച വിടെ കാളിയേ. നേർച്ച പലതുമേ നേരുന്നുണ്ടമ്മ, പൊന്നിൻ പണക്കിഴി കെട്ടഴിച്ചു വെച്ചു. പൊന്നരക്കച്ചയും മേലരക്കച്ചയും പൊന്നും കസ വിട്ടു പട്ടുചേല.